എൻ്റെ ജീവിതത്തിൽ പലതും അസ്തമിച്ചപ്പോൾ എൻ്റെ നാഥൻ എന്നോടൊന്ന് വെളിപ്പെട്ടു. എൻ്റെ നാഥൻ വെളിപ്പെട്ടപ്പോൾ എൻ്റെ നാഥൻ്റെ ശബ്ദത്തോട് ഞാൻ പ്രതികരിച്ചു. ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കണം, എന്നോട് സംസാരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പക്ഷേ ആരാധനയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, നമ്മൾ വന്ന് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, വചനം കേൾക്കുമ്പോൾ അവിടെയും നമ്മളോട് സംസാരിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒന്നേ ഉള്ളൂ: കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ നീ എന്ത് കടന്നു പോകുമ്പോഴും അതെല്ലാം ഞാൻ അറിയുന്നു. അതിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് വചനം കേൾക്കാം. യെശയ്യാ 6 അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് ചിന്തിക്കാം. യെശയ്യാ 6 അതിൻ്റെ 8-ാമത്തെ വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നൊരു കാര്യമുണ്ട്. ദൈവം ശരിക്കും യെശയ്യാവിനെ വിളിച്ചില്ല. അവിടെ പറയുന്നത് ഞാൻ ആരെയാണ് അയക്കേണ്ടത്, അല്ലേ? അപ്പം ദൈവം ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം കാണുന്ന എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു വിളിയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ചിലവർക്ക് മാത്രമേ വിളിയുള്ളെന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം എന്നോടും നിങ്ങളോടും ഇടപെടുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ വിളി. യെശയ്യാവിനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത്, നമ്മൾ കാണുന്നത് യെശയ്യാവ് ഓവർഹിയർ ചെയ്ത ശബ്ദമാണിത്. ദൈവം ചോദിച്ചത് ഇത്രയേ ഉള്ളൂ: ഞാൻ ആരെ അയക്കും? അവിടെയാണ് യെശയ്യാവ് പറയുന്നത്, അപ്പാ ഞാൻ പോകാം. അങ്ങനെ ഒരു എൻകൗണ്ടർ യെശയ്യാവിനുണ്ടാകുവാൻ ഒരു കാരണമുണ്ട്. നമ്മൾ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഉസ്സീയാവ് രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാജാവിനോട് ചേർന്ന് നടന്ന ഒരു പ്രവാചകനായിരിക്കാം യെശയ്യാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ കൂടെ പറ്റിയിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നാൽ അത് നമുക്ക് അനുഗ്രഹമായവർ, നമ്മുടെ ജീവിത യാത്രയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഭാരപ്പെടുവാൻ തുടങ്ങും, നമുക്ക് വിഷമങ്ങൾ വരുവാൻ തുടങ്ങും. പക്ഷെ അവിടെ യെശയ്യാവിന് ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആ എൻകൗണ്ടർ അവിടെ എഴുതിയിരിക്കുന്നത് താനൊരു സിംഹാസനം കാണുകയാണ്. സിംഹാസനം മാത്രം കണ്ടു നിന്നില്ല, ദൈവത്തെ കണ്ടു, ദൂതന്മാരെ കണ്ടു. പക്ഷെ അതിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം എന്താണെന്നറിയോ? താൻ അവിടെ ഇങ്ങനൊരു ശബ്ദം കേട്ടു: അവൻ വിശുദ്ധൻ, അവൻ വിശുദ്ധൻ. എന്താ ഇത് എന്നോടും നിങ്ങളോടും പറയുന്നതെന്നറിയാമോ? നിങ്ങളുടെയും ജീവിത യാത്രയ്ക്കകത്ത് നമ്മൾ പലതും അസ്തമിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, പലതും നമ്മൾ കൈവിട്ടുപോയി എന്ന് ചിന്തിക്കുമ്പോൾ, പലതിനോടും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്ന ഒന്നുണ്ട്: നീ എല്ലാം മാറിപ്പോയാലും ഞാൻ സിംഹാസനത്തിലുണ്ട്. ഹല്ലേലൂയ. നീ ഒരു പക്ഷേ എന്നെ കാണുമായിരിക്കാം, ദൂതന്മാരെ കാണുമായിരിക്കാം, അതൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കും. പക്ഷേ അതിനോടപ്പുറത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നുണ്ട്: കുഞ്ഞേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നീയും വിശുദ്ധനാകേണ്ടതിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിനെല്ലാം ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ഇതെപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ദൈവപൈതലേ, പലർക്കും ദൈവിക എൻകൗണ്ടേഴ്സ് ഉണ്ട്. പലരും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ ദൂതന്മാരെ കണ്ടു. പക്ഷെ നിങ്ങളുടെ എൻകൗണ്ടർ ശരിക്കും അനുഗ്രഹമാകുന്നത് എവിടാന്നറിയാമോ? നിങ്ങളുടെ ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. ഹല്ലേലൂയ. യെശയ്യാവിന് പറയുവാൻ ഒന്നുണ്ട്: എൻ്റെ ജീവിതത്തിൽ പലതും അസ്തമിച്ചപ്പോൾ എൻ്റെ നാഥൻ എന്നോടൊന്ന് വെളിപ്പെട്ടു. എൻ്റെ നാഥൻ വെളിപ്പെട്ടപ്പോൾ എൻ്റെ നാഥൻ്റെ ശബ്ദത്തോട് ഞാൻ പ്രതികരിച്ചു. ഹല്ലേലൂയ. ഇതാണ് ശരിക്കുമുള്ള ഒരു ആത്മീയൻ. ഒരു ആത്മീയൻ്റെ ബലം എന്താണെന്നറിയാമോ? ദർശനങ്ങളല്ല, ദൂതന്മാരെ കാണുന്നതല്ല. ഇന്ന് പലപ്പോഴും നമ്മൾ സഭകളുടെ അകത്ത് പലരും പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ അവർ വലിയ ആത്മീയരാണെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കുമുള്ള ആത്മീയനെ ദൈവം ഒരുക്കി എടുക്കുന്നത് ദർശനത്തിലല്ല, ദൈവത്തോടുള്ള അവൻ്റെ പ്രതികരണത്തിലാണ്. ഹല്ലേലൂയ.
ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങയുടെ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ എൻ്റെ മേലൊരു കൃപ തരണം. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം യെശയ്യാവിനെ വിളിച്ചില്ല. കണ്ടോ, ആ ദർശനത്തിൻ്റെ പ്രത്യേകതയാണിത്. യെശയ്യാവിനോട് ദൈവം പറഞ്ഞില്ല, കുഞ്ഞെ നീ വാ, നീ ഇറങ്ങ്, ഒന്നും പറഞ്ഞില്ല. ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം, ആ ദർശനം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ മറ്റാരിറങ്ങിയില്ലെങ്കിലും നാഥാ ഇതാ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. തനിക്കെല്ലാം നന്നായിരുന്നപ്പോഴല്ല ആ സമർപ്പണം ഉണ്ടായത്, തൻ്റെ പലതും അസ്തമിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് പല ഭക്തന്മാരും പ്രാർത്ഥിക്കുന്നത്, പിതാവേ നീ എനിക്ക് അതും ഇതും തരുമെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പോകാമെന്നാണ്. ദൈവമക്കളെ, ദൈവവചനം പറയുന്നു, God does not need volunteers. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഇന്ന് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ, ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. കാരണം ഒരു ദൈവിക ശബ്ദം എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനോട് പ്രതികരിക്കാത്തത്, അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കുമ്പോഴാണ് ഈ ദൈവിക ശബ്ദം നമ്മളെ തേടി എത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രതികരിക്കാനിരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാം നന്നായിരിക്കുമ്പോഴാണ്. പക്ഷെ പലപ്പോഴും ദൈവശബ്ദം നമ്മളെ തേടി എത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. പിതാവേ, ഞാൻ അങ്ങയുടെ ശബ്ദത്തോട് പ്രതികരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ നാഥാ? എങ്കിൽ അപ്പച്ച ഒരിക്കൽ കൂടെ അങ്ങയുടെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. ഒരു അനുഭവം എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുവാനല്ല. നിനക്ക് ശരിക്കും ഒരു ദൈവിക അനുഭവമുണ്ടായാൽ അത് നിൻ്റെ ജീവിതത്തെ തെളിയിച്ച് കാണിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ദൈവം അനേകരെ തിരഞ്ഞെടുത്തു, പക്ഷെ കുറച്ചു പേര് മാത്രമേ, they are chosen, few are called. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, പിതാവേ എന്നെയും തിരഞ്ഞെടുക്കണമേ. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തോട് ചേർന്ന് നടന്നവരാണ്, അവർ ദൈവശബ്ദം കേട്ടവരാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഇതായിരിക്കണം, പിതാവേ അങ്ങ് എന്നെയും തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഇതെന്നെയും തിരഞ്ഞെടുക്കണം അപ്പാ, അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ വേണ്ടി. നമുക്ക് സങ്കീർത്തനം 95 അതിൻ്റെ 7 തൊട്ട് 10 വരെ വായിക്കാം. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആമേൻ. നിങ്ങൾ ആ വചനം കേട്ടോ? ഇന്ന് നിങ്ങൾ ദൈവശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഇസ്രായേൽ ജനം ദൈവത്തെ മനഃപൂർവ്വമായി കേൾക്കാതിരുന്നതാണെന്ന്. അവിടെ ഇങ്ങനെ പറയുന്നത്, അവരെൻ്റെ പ്രവർത്തികൾ കണ്ടു എന്നിട്ടും അവർ ശോധന ചെയ്തു. അവർ മനഃപൂർവ്വമായി ദൈവത്തെ അനുസരിക്കാതിരുന്നതാണോ? നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു വരുമ്പോൾ അവർക്ക് ദാഹമുണ്ടാകുകയാണ്. 1, 2, 3 ദിവസമായി വെള്ളം കുടിച്ചിട്ട്. അപ്പം അവിടെ ദൈവത്തോട് അവർ പെറുപെറുക്കുകയാണ്. നമ്മൾ വചനം അല്ലാതെ വായിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് തോന്നും, അയ്യോ ഇസ്രായേൽ ജനം ശരിക്കും ദൈവത്തെ അനുസരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിക്കേ. ഞാനും നിങ്ങളും ദൈവത്തെ അനുഗമിക്കുവാൻ തുടങ്ങുമ്പോൾ അങ്ങനൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിശ്ചയമായും നമ്മൾ പെറുപെറുക്കും. അവിടെയാണ് വചനം പറയുന്നത്, അവർ എന്നോട് പ്രതികരിക്കുന്നില്ല, അവരെൻ്റെ വചനം അനുസരിക്കുന്നില്ല. അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ ദൈവവചനം പറയുകയാണ്, എന്ത് സംഭവിക്കും? എൻ്റെയും നിങ്ങളുടെയും ഹൃദയം കഠിനപ്പെടും. ഹൃദയം കഠിനപ്പെടുക എന്നത് വെച്ച് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. മത്തായി 13 അതിൻ്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും,
കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. അടുത്ത വാക്യം കൂടെ. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ആമേൻ. എന്നാൽ നിങ്ങൾ കണ്ണുണ്ടായിട്ട് കാണുന്നവരാകിയാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ നമ്മൾ കാണേണ്ടത് പലതും നമ്മൾ കാണത്തില്ല, നമ്മൾ കേൾക്കേണ്ടത് പലതും നമ്മൾ കേൾക്കാതായി പോകും. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവർ സൗഖ്യം പ്രാപിക്കാതിരിക്കും. ഇതേ പാരബിൾ നമ്മൾ മർക്കോസിലും ലൂക്കോസിലും നോക്കിയാൽ അവിടെ യേശു പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല. മറ്റൊരിടത്ത് പറയുന്നത് അവർക്ക് വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നില്ല. മറ്റൊരർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ദൈവശബ്ദത്തോടുള്ള നമ്മുടെ പ്രതികരണം തെറ്റായാൽ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട സൗഖ്യം, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഡെലിവറൻസ് വരാതിരിക്കും. അവിടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. പിതാവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ കഠിനപ്പെട്ട ഹൃദയത്തെ നമുക്ക് എങ്ങനെ സോഫ്റ്റൺ അപ്പ് ചെയ്യാൻ പറ്റും? ഇല്ലേ? വചനം പറയുന്നു, നിങ്ങൾ ദൈവശബ്ദം കേട്ടിട്ട് അതിനോട് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടും. പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തോട് പറയും, അപ്പച്ച കുറച്ച് കഴിഞ്ഞ് ഞാൻ അനുസരിക്കാം, ഇപ്പോഴല്ല കുറച്ച് കഴിയട്ടെ. പക്ഷെ ആ കുറച്ച് കഴിഞ്ഞ് അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരത്തില്ല. ഇനിയും അനുസരിക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് പറ്റത്തുമില്ല. നമുക്കറിയാം, നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ഏതെങ്കിലും ഒരു തൊലി കട്ടി പിടിച്ചാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് അവർ പറയും അത് മുറിച്ച് കളയണമെന്ന് പറയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം കട്ടിയാകുമ്പോൾ അവിടെ ഒരു പരിച്ഛേദന നടക്കണം. ഹല്ലേലൂയ. അതെങ്ങനെ നടക്കും? എനിക്കും നിങ്ങൾക്കും ഇത് ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ അവിടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. പിതാവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനോട് ഇടപെടണം. ദൈവവചനം പറയുന്നത് ഇറ്റ് ഈസ് എ ഡബിൾ എഡ്ജഡ് സോഡ്. ഈ വചനം ഡബിൾ എഡ്ജഡ് സോഡാണ്. അതെന്നോട് ഇടപെടുക മാത്രമല്ല, എൻ്റെ കട്ടിയായിരിക്കുന്ന ഇടങ്ങളെ ദൈവം മുറിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കും. എനിക്കറിയാം, പലരും ഇരിക്കുന്ന കണ്ടിട്ട് മോനെ ഞങ്ങൾ ദൈവത്തെ അങ്ങനെ അനുസരണക്കേടൊന്നും കാണിക്കാറില്ല, ഞങ്ങളുടെ ഹൃദയം ഒന്നും കഠിനപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെ കഠിനപ്പെടുന്നത് എന്നാണ് നമ്മൾ ഒരുമിച്ച് ഇനിയും ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ ഞാനിത് തുടക്കത്തിലെ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ താഴോട്ട് ധ്യാനിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പിതാവേ എന്നെ ഒന്ന് സ്പർശിക്കണം. പക്ഷെ എൻ്റെ മേൽ അങ്ങയുടെ പ്രവർത്തനം തുടങ്ങണം. ഡ്യൂട്രോണമി 30 അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട്, ആവർത്തനം 30 അതിൻ്റെ 6-ാമത്തെ. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യണം. ആമേൻ. നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യണം. എന്തിന്? ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ. നമ്മൾ യോഹന്നാൻ പഠിക്കുമ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. നമ്മൾ ഈ നാഥനുമായിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പലതും ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അകത്ത് സ്നേഹമുണ്ടെങ്കിലും അനുസരണ സ്നേഹം വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ഇതാണ് ശരിക്കുമുള്ള സ്നേഹം. അതാണ് യേശു യോഹന്നാനിൽ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് യെശയ്യാവിൽ കാണുന്ന ഒരു ദർശനം. യെശയ്യാവ് തളർന്നിരിക്കുമ്പോൾ, യെശയ്യാവിന് ഇനി മുന്നോട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഒരു ദൈവീക ദർശനം ലഭിച്ച യെശയ്യാവ് പറയുവാണ്, നാഥാ ഞാൻ അങ്ങയുടെ ശബ്ദത്തോട് പ്രതികരിക്കുന്നു. ഇന്ന് ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ
നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കണം, പിതാവേ, അപ്പോൾ അങ്ങയോടൊന്ന് പ്രതികരിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. നമ്മുടെ ഹൃദയം എവിടാ കഠിനപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കഠിനപ്പെടുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യെശയ്യാവ് 48 അതിൻ്റെ 10-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിനകത്ത് പറയുന്നത് ഐ ഹാവ് ചൂസൺ യു ഇൻ ദ ഫേർണസ് ഓഫ് അഫ്ലിക്ഷൻ. എവിടാ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തതെന്നറിയാമോ? ഈ ശോധനയുടെ നടുവിൽ കൂടെ. പലപ്പോഴും നമ്മൾ വചനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പലരും ഇന്ന് സുവിശേഷം പറയുമ്പോൾ പലരും പറയുന്നത് നിങ്ങൾ യേശുവിൻ്റെ അടുത്തോട്ട് ഓടി വന്നാൽ പിന്നെ ശോധനയൊന്നുമില്ല. പക്ഷെ ഞാൻ സാധാരണ പറയാറുള്ളത്, യേശു തന്നെ പറഞ്ഞു അന്നെന്നുള്ള ദിവസത്തിന് ശോധനകളുണ്ട്. അപ്പം എല്ലാ മനുഷ്യനും, വിശ്വാസിയായാലും അവിശ്വാസിയായാലും, നമുക്കൊക്കെ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നിങ്ങൾക്കറിയാമോ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് ശോധന കൂടും. എന്താ കാര്യം? കാരണം വചനം പറയുന്നത് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ ശാസിക്കും. അപ്പം അന്നെന്നുള്ള പ്രശ്നവുമുണ്ട്, അപ്പൻ്റെ വകയുള്ള ശോധനയുമുണ്ട്. കണ്ടോ? അപ്പോൾ ഡബിൾ പ്രശ്നങ്ങളാണ് നമുക്ക് പലപ്പോഴും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ. നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാ? എൻ്റെ നാഥനെ പോലെ ആയി മാറേണ്ടതിന്. ദൈവമക്കളെ, നമ്മുടെ കഷ്ടതകൾ നമ്മൾ പലപ്പോഴും കാണുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ നാഥനോട് അടുത്ത് വരുമ്പോഴാണ്. നമ്മൾ യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ച യോസേഫിൻ്റെ ജീവിതം ഒരു ദർശനം കാണുന്നത് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യോസേഫ് ഈ ദർശനം കണ്ടതിന് ശേഷം പിന്നെ താൻ പോലും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തൻ്റെ സഹോദരന്മാർ തനിക്കെതിരെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. നിശ്ചയമായിട്ടും യോസേഫ് ചിന്തിച്ച് കാണും, ദൈവമേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ സഹോദരന്മാർ എനിക്കെതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നോക്കിക്കേ, നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, ദൈവമേ, എൻ്റെ കൂടെ നിൽക്കേണ്ടവർ, എന്നെ സ്നേഹിക്കേണ്ടവർ, എൻ്റെ കൂടെ നടക്കുന്നവർ എനിക്കെതിരെ സംസാരിക്കുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് പ്രശ്നം തീർന്നോ? ഇല്ല. താൻ മിസ്രൈമിൽ ചെന്നപ്പോൾ താൻ നീതിയോടെ നടന്നിട്ടും തനിക്ക് പ്രശ്നമുണ്ടാവുക. പോത്തിഫറിൻ്റെ ഭാര്യയാണ് തെറ്റ് ചെയ്തതെങ്കിലും താനാണ് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ യോസേഫിനോട് നമുക്ക് പറയാൻ ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? യോസേഫേ, നിനക്ക് വാഗ്ദത്തമില്ലേ? പക്ഷെ യോസേഫ് പറയാം, കുഞ്ഞേ, വാഗ്ദത്തം വെളിപ്പെടണമെങ്കിൽ എന്നെയും നിങ്ങളെ ഒന്ന് ശോധന ചെയ്യണം. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒരു ശോധനയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ദൈവീക ശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, പിതാവേ, ഞാൻ ശരിക്കും നിന്നെ അനുഗമിക്കുന്നുണ്ടോ? എന്നിൽ കുറവുകളുണ്ടോ അപ്പാ? യോസേഫിന് ആ കാരാഗൃഹത്തിൽ കടന്ന് ഇങ്ങനെ പറയാം, എൻ്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ സഹോദരൻ എനിക്ക് നഷ്ടപ്പെട്ടു, ഇതാ ഇന്ന് എൻ്റെ പേരും നഷ്ടപ്പെട്ടു. വാഗ്ദത്തം എന്താണ്? ഞാൻ നിൻ്റെ പേര് വലുതാക്കും. ഇന്ന് താൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കാരാഗൃഹത്തിലുള്ളവരും മിസ്രൈമിലുള്ളവർക്കും പറയാനൊന്നുണ്ട്. ഒരു യോസേഫ് എന്നൊരു മനുഷ്യനുണ്ട്, അവൻ്റെ നടപ്പ് ശരിയല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? പക്ഷെ വചനം പറയുന്നത്, പോത്തിഫറിന്റെ വീട്ടിൽ യോസേഫ് ജോലി ചെയ്യുമ്പോഴും കാരാഗൃഹത്തിൽ യോസേഫ് കിടക്കുമ്പോഴും ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശരിക്കുമുള്ള ഒരു ആത്മീയൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാലും അവൻ കൈവിടുകയില്ല ദൈവത്തിൻ്റെ കരം. അതുകൊണ്ട് ആ വചനം പറയുന്നത്, എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലം എവിടാണെന്നറിയാമോ? ഈ പരിശോധനകളുടെ നടുവിലാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ നാഥൻ നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്കുകയാണ്. കുഞ്ഞെ, നീ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ എന്നിൽ നിന്ന് കൈയെടുക്കുമോ? നീ എന്നെ വിട്ടിട്ട് പോകുമോ? അതുകൊണ്ട് ആ ശിഷ്യന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, തൻ്റെ പരീക്ഷകളിൽ തന്നോട് ചേർന്നിരുന്ന ശിഷ്യന്മാർ. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തന്നെ പോലായി മാറേണ്ടതിന് വേണ്ടിയാണ്.
അതിനുവേണ്ടി നമ്മൾ ശോധനയുടെ നടുവിൽ കൂടെ പോകുമ്പോഴും നമ്മൾ നാഥനോട് പറയണം, പിതാവേ, അങ്ങയുടെ ശബ്ദം കേട്ട് അതിനോടൊന്ന് പ്രതികരിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. രാവിലെ ഈ വചനം എന്തിനാ പറയുന്നതെന്നറിയാമോ? ചിലർ ഇതിനകത്ത് വിഷമിക്കുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. പിതാവേ, ഞാൻ നിന്നെ ശരിക്കും അനുഗമിച്ചിട്ട്, ശരിക്കും ഞാൻ അങ്ങയുടെ കൂടെ നടന്നിട്ടും ഇപ്പോഴും ഞാൻ ശോധനയുടെ നടുവിൽ കൂടെ പോകുകയാണ്. പല പ്രാവശ്യം നിങ്ങൾ ദൈവശബ്ദം കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. കാരണം ഈ പ്രശ്നം തീരുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ആൻസർ വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. യോസേഫിനെ കുറിച്ച് പറയുന്നത്, താൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ കൂടുള്ള 2 പേർ സ്വപ്നം കണ്ടു. തൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് ആ സ്വപ്നം അവർക്ക് വിവരിച്ചു കൊടുത്തു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ദൈവമക്കളെ, നമ്മുടെയും ക്രിസ്തീയ യാത്രയ്ക്കകത്തുണ്ടല്ലോ, കുറവുള്ള ഞാനും നിങ്ങളും ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വാതിലുകൾ തുറന്നിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കും, പിതാവേ, എൻ്റെ വാതിൽ എന്ന് തുറക്കും? യോസേഫ് ഇത് കണ്ടിരുന്നിട്ടാ പറയുന്നത്, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണം. വചനം പറയുന്നത് താൻ മറന്നുപോയി. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ അകത്ത് ഭയങ്കര വിഷമം. നമ്മൾ വചനമൊക്കെ കേൾക്കും, എല്ലാം കേൾക്കും, പക്ഷെ നമ്മൾ പറയും, അപ്പച്ച, എല്ലാവർക്കും, എൻ്റെ ചുറ്റളവിലുള്ള എല്ലാവർക്കും വഴി തുറന്നു, എനിക്ക് മാത്രം. പക്ഷെ ദൈവത്തിന് പറയുവാനൊന്നുണ്ട്, കുഞ്ഞേ, എൻ്റെ സമയമാകുമ്പോൾ നിനക്ക് വേണ്ടി എൻ്റെ കരം ചലിക്കും. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, യോസേഫിൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമായപ്പോൾ മിസ്രൈമിൽ മൊത്തം ഒരു ഫാമിൻ വെളിപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ചില വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കുവാൻ ദൈവം ചില വാതിലുകൾ അടയ്ക്കേണ്ടി വന്നാൽ ദൈവം അടയ്ക്കും. ചില വഴികൾ തുറക്കേണ്ടി വന്നാൽ തുറക്കും. ചില ദേശങ്ങളെ കുലുക്കേണ്ടി വന്നാൽ ദൈവം കുലുക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പക്ഷെ അതുവരെയും നിങ്ങൾ പിടിച്ചു നിൽക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, പിതാവേ, അങ്ങയോടൊന്ന് ചേർന്നിരിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. എന്തിനാണെന്നറിയാമോ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഈ വചനം പറയുന്നത്? കാരണം ആത്മാവിനോട് നമ്മളോട് പറയാനുള്ളത്, നീ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയം നീ കഠിനപ്പെടുത്തരുത്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ എത്ര ശോധനയുടെ നടുവിൽ കൂടെ പോകുമ്പോഴും ഞാൻ അറിയാതെയല്ല നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ മേൽ ഒരു കൃപ പകർന്നു തരട്ടെ. അടുത്തത് യോഹന്നാൻ 15 അതിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടേന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടേനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് തന്നെ. നമുക്ക് ഈ വചനം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ വരുമ്പം നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ, എന്തിനാ ഞാൻ ഈ പ്രശ്നത്തിൽ കൂടെ കടക്കുന്നത്? അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പുറത്തിറങ്ങണം. അപ്പോൾ അവിടെ അപ്പച്ചന് നമ്മളോട് പറയാനുള്ള എന്താണെന്ന് പറയാം, കുഞ്ഞേ, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പണിയുമ്പോൾ, ഞാൻ നിന്നെ ചില ശോധനകൾ കൂടെ കടന്നു വിടുമ്പോൾ നമ്മുടെ അകത്തെ പ്രാർത്ഥനയുണ്ട്, പിതാവേ, എനിക്കൊന്ന് ഫലം കായ്ക്കണം. ശാപച്ചൻ പറയുവാണ്, കുഞ്ഞേ, നീ ഇതിൽ കൂടെ കടന്ന് അപ്പുറത്ത് വരുമ്പോൾ നീ ഫലം കായ്ക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് അടഞ്ഞു കിടക്കുന്ന വഴി കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, ദൈവം നമ്മളെ പണിയുകയാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഞാനെന്നുള്ള എൻ്റെ ചിന്ത മാറാതെ ദൈവത്തിന് പണിയുവാൻ കഴിയത്തില്ല. അതിനാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. പലപ്പോഴും ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ അകത്തൊരു തോന്നലുണ്ട്, എന്നെക്കൊണ്ട് ചിലത് പറ്റും. ഇപ്പം എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നും എനിക്ക് പ്രസംഗിക്കാം. ദൈവം എന്നെ വിളിച്ചതാ, പാട്ട് പാടാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിനാ ദൈവം എന്നെ വിളിച്ചതെന്ന് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾക്കറിയാമോ,
ദൈവത്തിൻ്റെ കൃപ എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. ദൈവം എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ അകത്തെ സെൽഫിനെ ദൈവം ഉടയ്ക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ മോശയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചേ. അവിടെ പറയുന്നത് മോശയ്ക്കറിയാമായിരുന്നു ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ. കാരണം തൻ്റെ ജനനം മുതലുള്ള കഥകൾ താൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ മിസ്രൈമിൽ ഇരിക്കുമ്പോഴും താൻ ഇസ്രായേൽ ജനത്തെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നപ്പം ആരും പറഞ്ഞില്ല. മോശ തന്നെ പോയി അതിൻ്റെ അകത്ത് കൈയിട്ടു. മോശ വിചാരിച്ചു താനിത് ചെയ്യുന്ന ഉടനെ ജനം പറയും, മോശേ നിൻ്റെ മേലാ വാഗ്ദത്തം. പക്ഷെ നിങ്ങൾക്കറിയാമോ, വചനം പറയുന്നത് ആൾക്കാർ തമ്മി സംസാരിക്കുന്നത് കേട്ട് മോശ ഓടി. അവിടം തൊട്ട ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പം ആ ട്രെയിനിങ് പൂർത്തീകരിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ പറയുന്ന സ്ഥലമാണ്, ദൈവമേ ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം മോശയെ തിരഞ്ഞെടുത്തിട്ട് മോശയോട് പറഞ്ഞു, നീ മിസ്രൈമിലോട്ട് പോകണം, ഞാൻ നിന്നിൽ കൂടെ വലിയ പ്രവൃത്തികൾ ചെയ്യും. മോശയുടെ ഉത്തരം എന്താണെന്നറിയാമോ? അപ്പാ മറ്റൊരാളെ വിട്ടേക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നമ്മൾ മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ മോശ മിസ്രൈമിൽ ചെറിയൊരാളല്ല, വലിയ ട്രെയിനിങ് കിട്ടിയ ആളാ. തൻ്റെ ആ ട്രെയിനിങ് ഒക്കെ കണ്ടപ്പോൾ താൻ വിചാരിച്ചു കാണും, ശരിക്കും ദൈവം എന്നെ വിളിക്കുന്നതും ട്രെയിനിങ്ങും എല്ലാം തരുന്നത് ഈ ജനത്തെ വിടുവിക്കാനാ. പക്ഷെ ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയുവാൻ ഒരു ദൂതുണ്ട്. വിളിച്ചത് ദൈവമെങ്കിൽ എൻ്റെ നാഥൻ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ പൂർണ്ണമായി ഒഴിയുമ്പോൾ ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും എപ്പോഴും അതായിരിക്കണം. അപ്പൊ അങ്ങെന്നിൽ നിറഞ്ഞ് അങ്ങെന്നിൽ കൂടെ പ്രവർത്തിക്കുന്നതിലാണ് ദൈവിക ശുശ്രൂഷയിൽ മഹത്വം വെളിപ്പെടുന്നത്. ദൈവം ഉടച്ച ഈ മോശയെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ചാപ്റ്ററുകൾ വായിച്ചാൽ ദൈവം മോശയോട് പറയാണ്, നീ എന്ത് ചെയ്യും, നിന്റെ കരത്തിൽ കൂടെ നീ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യും, എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മോശ പറയുന്നത്, അപ്പച്ച മറ്റൊരാളെ വിടണമേ. ദൈവമക്കളെ, ദൈവം എന്തിനാണ് നമ്മളെ ഉടയ്ക്കുന്നത്? ഞാനെന്നുള്ള എൻ്റെ ചിന്ത, ഞാനെന്നെ ബലം അകത്തിരിപ്പുണ്ടെങ്കിൽ ദൈവം അതിനെ പൂർണ്ണമായി എംപ്റ്റി ചെയ്തെടുക്കും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടേലും ദൈവം അത് ചെയ്തിരിക്കും. അതിൻ്റെ നടുവിലാണ് നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നത്. നമ്മളൊന്നുമില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ഇനിയും എന്നെക്കൊണ്ട് ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നിടത്താണ് ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുന്നത്. അവിടെ ആ ദൈവം പറയുന്നത്, കുഞ്ഞേ ഞാൻ നിന്നെ പണിതതൊക്കെ നിൻ്റെ മേൽ ഞാൻ വെച്ചിരിക്കുന്ന വാഗ്ദത്തം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ വാതിലുകളെല്ലാം അടഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പോയി, ഇനിയും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാണ്, കുഞ്ഞെ ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നീ അവസാനിക്കുന്നിടത്ത് ഞാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ നാഥൻ ഒരു വാക്ക് പറഞ്ഞാൽ ഉളവാകുവാൻ ശക്തിയുള്ള വാക്ക് നിൻ്റെ കരത്തിൽ തരാൻ പോകുകയാ. ഹല്ലേലൂയ. മോശയോട് ദൈവത്തിൻ്റെ ദൂത് എന്താണെന്നറിയാമോ? കുഞ്ഞെ നിൻ്റെ വാക്കുകളും നിൻ്റെ ശക്തി കൊണ്ടും ചെങ്കടൽ രണ്ടാകത്തില്ല. എന്നാൽ നീ എന്നെ ആശ്രയിക്കുവാൻ തുടങ്ങിയാൽ ഏത് ചെങ്കടലിൻ്റെ മുന്നിൽ നിന്നും നിനക്ക് ദൈവത്തിൻ്റെ മുഖം നോക്കുമ്പോൾ നിനക്കറിയാം ഒരു വിഷയവും എൻ്റെ ദൈവത്തേക്കാൾ വലുതല്ല. ഇന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കണം, പിതാവേ എന്നോടൊന്ന് ഇടപെടണം. നമ്മൾ മോശ ആ ദർശനം കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഒരു മുൾപടർപ്പിൽ ഒരു ദൈവത്തിൻ്റെ തീ വെളിപ്പെടുന്നതാണ് മോശ കാണുന്നത്. ഇതെന്നോടും നിങ്ങളോടും പറയുന്ന ഒരു ദൂതുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ അത് മൊത്തം മുള്ളുകളായിരിക്കാം. അതെന്നെ വേദനിപ്പിച്ച് കാണും, മറ്റുള്ളവരെ വേദനിപ്പിച്ച് കാണും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, കുഞ്ഞെ ദൈവത്തിൻ്റെ സ്വർഗീയ തീ നിൻ്റെ മേൽ വെളിപ്പെട്ടാൽ ആ മുള്ളുകൾ കെടാതെ നിൽക്കുന്ന കണ്ട് ചില മോശമാർ നിൻ്റെ അടുത്തോട്ട് കയറി വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പലതും പറഞ്ഞെന്ന് വരും, അവർ നിന്നെക്കുറിച്ച് നോക്കിയിട്ട് പറഞ്ഞെന്ന് വരും. നീ മുള്ളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഈ നാളുകളിൽ നീ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കുമെങ്കിൽ ചില മോശമാരെ വേർതിരിക്കത്തക്കവണ്ണം വചനം നിന്റെ വായിൽ തരും.
ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് സ്പർശിക്കണം അപ്പാ. എൻ്റെ കരത്തിലൊന്നുമില്ല, പക്ഷെ അപ്പാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ പണിയുന്നുവെങ്കിൽ നിശ്ചയമായും ഞാൻ അറിയുന്നു നാഥാ, അങ്ങയുടെ വാഗ്ദത്തം ഞാൻ കാണും, ഞാൻ നാഥനോട് പറ്റിയിരിക്കുമെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഒന്ന്, ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫേർനെസ്സിൻ്റെ അകത്താണ്. 2, ദൈവം നമ്മളെ പണിയുമ്പോൾ നമ്മുടെ സെൽഫിനെ ദൈവം ഉടയ്ക്കും. 3-ാമത്തേത് ലൂക്കോസ് 17:32-33 വാക്യം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആമേൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. യേശു പറയുവാണ്, നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കണം. അതിന് നമ്മൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുന്നത്, സൊദോം ഗൊമോറയിൽ ദൈവത്തിൻ്റെ ആ ന്യായവിധി സംഭവിക്കുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. കാരണം തനിക്ക് വേണ്ടപ്പെട്ടത്, താൻ ആഗ്രഹിച്ചത്, നേടിയതൊക്കെ അവിടെ കിടപ്പുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ അധ്വാനിച്ചത് മൊത്തം കൈവിട്ടുപോയി. ഇതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ക്രൂശ് എടുത്ത് സ്വന്തം ജീവനെ തന്നെ ത്യജിക്കണം. ദൈവമക്കളെ, നമ്മൾ ഈ ദൈവത്തെ അനുഗമിക്കുവാൻ വരുമ്പോൾ നമ്മുടെ സെൽഫിനെ മാത്രമല്ല ദൈവം ഉടയ്ക്കുന്നത്, നമുക്ക് ജീവനെന്ന് തോന്നുന്നത് എല്ലാം ദൈവം ഉടയ്ക്കാൻ തുടങ്ങും. ഓരോ പേർക്കും ജീവൻ എന്നുള്ളത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ചിലർക്ക് ആരോഗ്യം ജീവനായിരിക്കാം, ചിലർക്ക് ജോലി, ചിലർക്ക് കുഞ്ഞുങ്ങൾ, ചിലർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇതൊക്കെ ജീവനാകാം. പക്ഷെ വചനം പറയുന്നത് ഇതിനെല്ലാം ദൈവം സ്പർശിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളുടെ ആരുടെ വായിൽ നിന്ന് സ്തോത്രമൊന്നും വരുന്നില്ല. എനിക്കറിയാം നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന, ദൈവമേ ഇത് കേൾക്കാനാണോ നമ്മൾ ഇവിടെ വരെ വന്നത്? പക്ഷെ ദൈവമക്കളെ, ഇതാണ് ശരിക്കുമുള്ള സുവിശേഷം. യേശു എന്നിലും നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ യേശുവിന് നമ്മളെ പൂർണ്ണമായി കിട്ടിയേ പറ്റത്തുള്ളൂ. അതിനായിട്ട് ദൈവം നമ്മളെ പണിയുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണം മർക്കോസ് 10:17 നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് 10:17-27 വരെ. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ചു ദുഃഖിതനായി പോയി കളഞ്ഞു. ആമേൻ. വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി തന്നു. ഇത് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വരുമ്പം യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, യേശുബച്ചൻ ഞാൻ അങ്ങേ അനുഗമിക്കാൻ റെഡിയാ. യേശുബച്ചൻ പറഞ്ഞു, കുഞ്ഞേ നീ പ്രമാണങ്ങളെല്ലാം വെക്കുന്നുണ്ടോ? പറഞ്ഞതെല്ലാം കുഞ്ഞിലെ തൊട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. നമ്മളും ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്കും പറയാനുള്ള, ദൈവമേ ഞാൻ സഭായോഗത്തിന് വരുന്നുണ്ട്, ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഞാൻ ടൈത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അതെല്ലാം നല്ലതാണ്. പക്ഷെ അപ്പച്ചൻ പറയുന്നത്, കുഞ്ഞേ ഇതെല്ലാം നീ തരുമ്പോഴും നീ എന്തിനാ തരുന്നതെന്നറിയാമോ? നിനക്ക് ജീവനുള്ള ചിലതിനെ നിനക്ക് സംരക്ഷിക്കണം. ഈ ധനവാനായ മനുഷ്യന് സംരക്ഷിക്കേണ്ടത് എന്താണെന്നറിയാം? ധനം. കാരണം താനിത് പ്രമാണിക്കുമ്പോൾ, തൻ്റെ തുടക്ക കാലഘട്ടത്തിൽ താനിത് പ്രമാണിച്ചത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം. പക്ഷേ വചനം പറയുന്നത്, നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. ധനം വരുവാൻ തുടങ്ങി. ആ ധനം ഒരുപാടായപ്പോൾ തൻ്റെ കണ്ണുകൾ ദൈവത്തിൽ നിന്ന് മാറി ധനത്തിലോട്ടായി. കണ്ടോ? പക്ഷെ തൻ്റെ ഭക്തി പോയിട്ടില്ല. അപ്പോഴും തനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, അപ്പം എനിക്ക് അങ്ങേ അനുഗമിക്കണം. നമ്മളായിരുന്നെങ്കിൽ എന്തോ പറഞ്ഞേനെ? സാധാരണ നമ്മൾ ചർച്ചിൽ ഇങ്ങനെയുള്ളവർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇരുക്കൈ നീട്ടി അവരെ അങ്ങ്
ഇങ്ങ് പോരെന്ന് പറയും അല്ലേ? കാരണം പുള്ളിക്ക് എന്തുണ്ട്? ഭക്തിയുമുണ്ട്, കാശുമുണ്ട്, രണ്ടുമുണ്ട്. ചർച്ചിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരിക്കും. പക്ഷെ നമ്മൾ ഈ യേശുവിനെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് യേശു അങ്ങനെ ഒരാളല്ല. യേശുപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞെ എല്ലാം നല്ലത്, പക്ഷേ നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഇതെല്ലാം വിറ്റിട്ടിങ്ങി വരാൻ പറഞ്ഞു. ഞാൻ കുറച്ചുകൂടെ കയറ്റി പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എല്ലാം വിറ്റ് എനിക്ക് തരാനും അല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് എല്ലാം വിറ്റിട്ട് കുഞ്ഞ് വന്നാൽ മതിയെന്ന്. ഇന്ന് ചിലവർ ആത്മീയത കൂടി വിറ്റ് എൻ്റെ കയ്യിലോട്ട് തരാനാണ് പറയുന്നത്. ദൈവമക്കളെ, എൻ്റെ നാഥൻ ഈ മനുഷ്യനെ വിളിക്കുമ്പോൾ നീ എല്ലാം വിറ്റ് അനുഗമിക്കാൻ പറയുന്നതിൻ്റെ കാരണം ഈ ധനമാണ് നിന്നെ നിലനിർത്തുന്നത്. ഈ ധനവാൻ ഒരു പക്ഷേ ധനമാണെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന പലർക്കും പല കാര്യങ്ങളാണ് നിങ്ങളെ നിലനിർത്തുന്നത്. ചിലർ പ്രാർത്ഥിക്കുന്നത് പോലും നമ്മുടെ അകത്തെ ഈ ഭയം, ദൈവം ഇത് നഷ്ടപ്പെട്ടു പോകരുതെന്ന. പക്ഷെ ദൈവം നമ്മളെ തൊടാൻ പോകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ നാഥൻ മാത്രമാണ് എൻ്റെ ജീവൻ എന്ന് വെളിപ്പെടുന്നിടം വരെ നമ്മുടെ ചിലതിനെ ദൈവം തൊടുവാൻ തുടങ്ങും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവം നമ്മളെ വിളിക്കുന്ന എന്തിനാണെന്നറിയാമോ? സർവ്വതും വിട്ടുകൊടുക്കാനാ. ദൈവം നമ്മളോട് വിട്ടുകൊടുക്കുവാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ദൈവത്തോട് ചോദ്യമുണ്ട്, അപ്പോൾ ഇതെല്ലാം അങ്ങല്ലേ എനിക്ക് തന്നത്? അപ്പോൾ ദൈവം തൊടുമ്പോഴാണ് നമ്മളത് ചോദിക്കുന്നത്. പക്ഷെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, കുഞ്ഞെ ഞാൻ തന്നതല്ലേ നിൻ്റെ കയ്യിലിരിക്കുന്നേ, ഇത് മൊത്തം തിരിച്ചെനിക്കിതാ. പക്ഷെ അവിടെ നമുക്ക് ബുദ്ധിമുട്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശ്നത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചാ ഞാൻ ഈ പ്രശ്നത്തിൽ കൂടെ എന്തുകൊണ്ടാണ് പോകുന്നത്? ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ചെയ്തില്ലേ? ഇപ്പോൾ പക്ഷെ എന്നെ ഓർമ്മിപ്പിച്ചടാ, ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെയാണ് നീ ചെയ്തത്, എന്നിട്ടാണ് നീ ഈ പ്രശ്നത്തിൽ വന്ന് കയറിയത്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് മർക്കോസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിൽ പോകുവാൻ നിർബന്ധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാ നിർബന്ധിച്ചേ? പരീക്ഷിക്കപ്പെടാൻ. ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ കണ്ട് നമുക്ക് തോന്നും, ദൈവമേ ഞാൻ അബദ്ധം കാണിച്ചതാണോ എന്ന്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, കുഞ്ഞെ ഞാനാ നിന്നെ അങ്ങോട്ട് നയിച്ചത്. എന്തിനാണെന്നറിയാമോ? നീ വിജയം കൈ നേടി തിരിച്ചു വരുവാൻ പറ്റുമെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചിലത് വെട്ടിക്കളയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിൻ്റെ ജീവനെ നീ വിട്ടുകളയുക, ഞാനത് നിനക്ക് മടക്കിത്തരാം. ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടി തന്നെ ഒന്ന് ബാലൻസ് ചെയ്യട്ടെ. കാരണം ഇത് മടക്കിത്തരാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. ഒരു കാറ് കൊടുത്താൽ, ഒരു വീട് കൊടുത്താൽ വലുത് വരുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായെന്ന്. പക്ഷെ ഇവിടെ അപ്പച്ചൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ളതൊക്കെ നീ വിട്ടാൽ നിത്യജീവൻ അധികമായി നീ പ്രാപിക്കുവാൻ തുടങ്ങും. അത് നീ അനുഭവിക്കുവാൻ തുടങ്ങും. നാഥൻ്റെ കരത്തെ നീ പിടിക്കുവാൻ തുടങ്ങും. പിന്നെ നീ കാണുന്നതിലൊന്നുമല്ല നിൻ്റെ ആശ്വാസം, നിൻ്റെ ബലം, മറിച്ച് സ്വർഗീയമായ കാര്യങ്ങൾ നിൻ്റെ കണ്ണുകൾ നോക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കണം, പിതാവേ എന്നെ ഒന്ന് സ്പർശിക്കണം, എന്നോടൊന്ന് ഇടപെടണം. അപ്പ എനിക്കിഷ്ടമുള്ള പലതും എൻ്റെ കരത്തിലുണ്ട്, എനിക്കത് വിട്ടുതരുവാൻ മനസ്സില്ല നാഥ. ദൈവശബ്ദം നമ്മളോട് പറയും, കുഞ്ഞെ വിട്ടുതാ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനെ എനിക്ക് വിട്ടുതാ. നമ്മളത് വായിക്കുമ്പം ഞാൻ വിശ്വസിക്കുന്നില്ല അബ്രഹാം പോയി സാറ എടുത്ത് ഡിസ്കസ് ചെയ്ത് നമ്മൾ ദൈവം എങ്ങനെ പറഞ്ഞു, ദൈവം തന്ന കുഞ്ഞല്ലേ ഞാൻ കൊടുക്കാൻ പോവുക. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞെന്ന്. കാരണം ഈ വിളിയുടെ പ്രത്യേകതയാണിത്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഇത് മറ്റാർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ക്രൂശാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ ചിലത് ചെയ് എന്ന് പറയുമ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ പോയാൽ ഒരു കൊല്ലത്തും നടക്കത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കാൻ വന്ന ശിഷ്യന്മാർ ചിലവർ യേശുപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പാ ഞങ്ങളങ്ങനെ അനുഗമിക്കാം. യേശുപ്പച്ചൻ പറഞ്ഞു പോരെ. അപ്പം അതിൽ 2-3 പേര് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് കാര്യം കൂടെ ഉണ്ട്, അതെല്ലാം ചെയ്തിട്ട് വരാം. യേശുപ്പച്ചൻ പറഞ്ഞു വേണ്ട. എന്താ കാര്യം എന്നറിയാമോ? നമ്മളെ വിളിച്ച ഈ വിളിയുടെ പ്രത്യേകതയാണ് എല്ലാം നമുക്ക് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ നാഥൻ വിളിച്ചാൽ നമ്മൾ കണ്ണടച്ച് ദൈവത്തെ അനുഗമിക്കണം. അതാർക്കും മനസ്സിലായില്ലെങ്കിലും, അതാർക്കും അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും
കേട്ടത് ഞാനാണെങ്കിൽ എൻ്റെ നാഥൻ്റെ ശബ്ദത്തോട് ഞാൻ പ്രതികരിക്കണം. അതുകൊണ്ട് യേശുവചനം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുമ്പോൾ നിങ്ങൾ എല്ലാം വെറുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. അപ്പനെയും അമ്മയെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഭാര്യയെയും ജീവനെയും എല്ലാം വെറുക്കുന്നതിൻ്റെ കാരണം ഈ ദൈവശബ്ദം ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നവർ ഒരുപാട് പേര് കാണും. അവർ തടസ്സം നിൽക്കുന്നത് അവർ നമുക്കെതിരെ നിൽക്കുന്നത് കൊണ്ടല്ല, അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് താൻ ക്രൂശീകരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പത്രോസ് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുപ്പച്ച അത് നടക്കരുത്. ഇപ്പം യേശു അതിനോട് പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്, മോനെ പത്രോസേ, നീ പറയുന്നതല്ല ശരി എന്നൊന്നുമല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? പിശാചേ മാറി നിൽക്കേ. കണ്ടോ, അത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമുക്കെതിരെ നിൽക്കുന്നതല്ല, പിശാച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബോധ്യം എൻ്റെയും നിങ്ങളുടെയും അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഞാനിത് പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ഈ ജീവനെ തൊടുമ്പോഴാണ് എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം. അതൊരു പക്ഷേ ജോലിയായിരിക്കാം, അത് ആരോഗ്യമായിരിക്കാം, അത് കുഞ്ഞുങ്ങളായിരിക്കാം, അതെന്തുമാകാം. പക്ഷേ അതൊക്കെ തൊടുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, പിതാവേ എനിക്കിതിൽ കൂടെ കടക്കുവാൻ ഒരു കൃപ എൻ്റെ മേൽ പകർന്നു തരണം. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന അബ്രഹാം ഈ മലമേൽ കയറുമ്പോൾ തൻ്റെ മകൻ തന്നോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചാ യാഗവസ്തു ഇവിടെ. നമുക്കറിയാം ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ അകത്താണ്. നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന അബ്രഹാം ഇസാക്കിനെ കൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ അകം ഭാരം കൊണ്ട് നിറയുന്നുണ്ടായിരിക്കാം. തൻ്റെ അകത്ത് ദൈവമേ നീ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് തൻ്റെ അകത്ത് താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തനിക്കറിയാം, അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നത് താൻ വിശ്വസിച്ചു, അങ്ങനെ സംഭവിച്ചാൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് താൻ വിശ്വസിച്ചു. അപ്പം ദൈവം തന്നെ ശോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? എടാ, ഇത് സംഭവിച്ചാൽ, സംഭവിക്കത്തില്ലെന്നല്ല, സംഭവിച്ചാലും എൻ്റെ നാഥൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പലപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഇസാക്കിനെ കൊണ്ട് പോകാൻ നേരം, ദൈവമേ നീ വാഗ്ദത്തം പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഞാൻ വെക്കുന്നതിന് മുന്നേ ആ ശബ്ദം ഞാൻ കേൾക്കണം. ചിലപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഭാരം, അവിടെ നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത്. അവിടെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, അപ്പച്ചാ അവർക്കും ഇവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ പ്രശ്നം? കണ്ടോ, അവിടെ നമ്മുടെ ചെവികൾ അടഞ്ഞു പോകുന്നത്, നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, റിസൾട്ട് ഞാനും നിങ്ങളും ചിന്തിക്കാൻ പാടില്ല, റിസൾട്ട് ദൈവത്തിൻ്റെ കാര്യത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ അറിയുന്നു നീ എന്നെ ഭയപ്പെടുന്നു. ചിലപ്പോൾ ഇസാക്കിനെ ദൈവം അങ്ങ് എടുക്കും. ഇന്നിവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഇസാക്കുകളെ ദൈവം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അതൊരു മുറിവായിട്ട് അകത്ത് കിടക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, കുഞ്ഞേ ഞാൻ ആ ഇസാക്കിനെ എടുത്തത് എന്തിനാണെന്നറിയാമോ? നിൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായി വസിക്കുവാൻ വേണ്ടിയാണ്. ചില ഇസാക്കുകൾ നിൻ്റെ ജീവിതത്തിൽ ഇരിക്കുന്നത് അതെന്നോട് അടുക്കുവാൻ അത് തടസ്സമായി നിൽക്കും. അത് നിനക്ക് എത്ര വേദനയായാലും നീ നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ ഇതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം, പിതാവേ എനിക്ക് ചില മുറിവുകളുണ്ട്, ചിലയിടത്ത് ഞാൻ ഉടഞ്ഞു കിടക്കുവാണപ്പാ. നമ്മളൊരു പക്ഷേ ഇവിടെ വന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം, ആർക്കും ഈ മുറിവിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാണ്, അതിനെ സൗഖ്യമാക്കുവാൻ ഞാൻ മതിയായവൻ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലവരുടെ ജീവിതത്തിൽ ദൈവം ചില പുതുവാതിലുകൾ ദൈവം തുറക്കുകയാണ്. പക്ഷെ ആ വഴികൾ തുറക്കണമെങ്കിൽ നീ ചില വേദനകളെ വിട്ടുകളയണം. നീ ദൈവത്തോട് പറയണം, അപ്പാ സംഭവിച്ചത് സംഭവിച്ചു, പക്ഷെ ഞാൻ അങ്ങയോട് പറ്റിച്ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പറയുന്നത് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ചില ഇസാക്കുകളെ നിങ്ങൾ കൈവിട്ട നാളിലാണ് ദൈവവുമായി നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടായത്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ കയ്യിൽ പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടെടുത്ത് നിങ്ങൾ എത്തുമായിരിക്കാം. പക്ഷെ നിശ്ചയമായും നിങ്ങൾക്ക് പറയുവാൻ ഒന്നുണ്ട്, എൻ്റെ നാഥൻ എന്നെ അഫ്ലിക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ നാഥനെ ആരാധിക്കുവാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ.
ദൈവമക്കളെ, നമ്മുടെ സ്വപ്നത്തെക്കാൾ, നമ്മുടെ ആഗ്രഹത്തെക്കാൾ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഈ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ നാഥൻ്റെ മുഖമറിയുവാൻ, ഈ നാഥനെ കാണുവാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: അപ്പാ, അങ്ങൻ്റെ ജീവിതത്തിൽ തരുന്ന ശോധനകൾക്കായി നന്ദി. അപ്പജ, അങ്ങേക്ക് മാത്രമേ എൻ്റെ ജീവിതം അറിയത്തുള്ളൂ. അപ്പജ, അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം എന്ന് പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തത് ലൂക്കോസ് 10 അതിൻ്റെ 42 വാക്യം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ആമേൻ. നമുക്ക് മറിയയും മാർത്തയുടെയും ഈ ഭാഗം നമുക്കറിയാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊന്ന് പറയട്ടെ. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത് എവിടെയാണെന്നാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മളെ ശോധനയിൽ കൂടെ കടത്തി വിടുമ്പോൾ. രണ്ട്, ഞാൻ എന്ന ഈ മനുഷ്യനെ ദൈവം തകർക്കുമ്പോൾ. മൂന്ന്, നമ്മുടെ ജീവനെ ദൈവം തകർക്കുമ്പോൾ. നാല്, മിനിസ്ട്രി. ദൈവം നമ്മളെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളിവിടെ വായിക്കുമ്പോൾ മാർത്തയും മറിയയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മാർത്ത ക്രിസ്തുവിന് വേണ്ടി ദൈവം വന്നതുകൊണ്ട്, യേശു അവിടെ വന്നതുകൊണ്ട് താൻ അധ്വാനിക്കുകയാണ്. താൻ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത്. തനിക്ക് കാശ് കിട്ടുമെന്നോ യേശു എന്തെങ്കിലും ചെയ്യുമെന്നോ ഒന്നുമല്ല. യേശു അവിടെ വന്നു, താൻ ചെയ്യേണ്ടത് ചെയ്യണം. പക്ഷെ യേശു മാർത്തയെ നോക്കിയിട്ട് പറയുവാണ്, മറിയ നല്ലത് തിരഞ്ഞെടുത്തു. എന്താ മറിയ ചെയ്തത്? യേശുവിൻ്റെ പാദത്തിലിരുന്നു. ദൈവമക്കളെ, ദൈവം നമ്മളെ പണിതെടുക്കുമ്പോൾ, ഈ ഭാഗങ്ങളെല്ലാം പണി ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമുക്ക് ചില ശുശ്രൂഷകൾ നമ്മുടെ കരത്തിൽ ഏൽപ്പിക്കും. അത് ചെറുതെന്നോ വലുതെന്നോ അല്ല. അത് നമ്മൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ ആ ശുശ്രൂഷയെ ദൈവം തൊടുവാൻ തുടങ്ങും. കാരണം ദൈവത്തേക്കാൾ വലുതെന്ന് കാണുമ്പോൾ ദൈവം ശുശ്രൂഷയെ തൊടും. ദൈവമക്കളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ശുശ്രൂഷയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ഹിതം. The will of God is more important than the work of God. എല്ലാ ദൈവഹിതവും ദൈവ ശുശ്രൂഷയാണ്. പക്ഷെ എല്ലാ ദൈവ ശുശ്രൂഷയും ദൈവഹിതമല്ല. ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? എല്ലാ ശുശ്രൂഷയും ദൈവഹിതമല്ല, പക്ഷെ എല്ലാ ദൈവഹിതത്തിലുള്ള കാര്യവും ഒരു ശുശ്രൂഷയാണ്. ആമേൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ, ചിലപ്പോഴൊക്കെ ചില ശുശ്രൂഷകൾ ദൈവം അങ്ങ് തട്ടി മാറ്റിക്കളയും നമ്മുടെ കയ്യിൽ നിന്ന്. ചിലപ്പോൾ ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നതായിരിക്കാം. ചിലപ്പോൾ ആ വഴി അടയുമ്പം നമ്മുടെ ഹൃദയത്തിലൊരു വേദനയുണ്ട്. നമ്മൾ ചിന്തിക്കും, മറ്റാരോ അത് ചെയ്തതാണ്, മറ്റാരോ എന്നെ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയുവാനുള്ളത്, കുഞ്ഞേ, അതാരും മാറ്റിയതല്ല, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. കാരണം ചില സമയത്ത് നമ്മൾ ആത്മീയതയിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ അകത്തെ ഒരു ചിന്ത, ശുശ്രൂഷയാണ് എൻ്റെ ആത്മീയത എന്നാണ്. അല്ല ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ശുശ്രൂഷ എന്താണെന്നറിയാമോ? എൻ്റെ നാഥൻ്റെ കാൽക്കലിരിക്കുന്നത്. ഇന്ന് അനേകർ ശുശ്രൂഷകന്മാരുണ്ട്. ദൈവത്തിൻ്റെ കാൽക്കൽ നിന്ന് പ്രാപിക്കുവാൻ മറന്നുപോയ ശുശ്രൂഷകന്മാർ ഇന്ന് സഭയ്ക്കകത്ത് വർദ്ധിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാർ ജോലി ചെയ്യുന്നത് പോലെ അവരും ജോലി ചെയ്യുവാണെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് ദൈവിക ശുശ്രൂഷയ്ക്കല്ല, തന്നോടുകൂടെ ചേർന്നിരുന്ന് തന്നെ പോലെ ആയി മാറേണ്ടതിന് വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ 4 ഭാഗങ്ങൾ ദൈവം സ്പർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 91-ാം സങ്കീർത്തനം പറയുന്നത്, dwell in the presence of God. ദൈവത്തിൽ തന്നെ വസിക്കുവാൻ ഞാനും നിങ്ങളും പഠിക്കുമെങ്കിൽ എന്നെയും നിങ്ങളെയും തൊടുവാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ഒരു തിരിച്ചറിവിലോട്ട് ഞാനും നിങ്ങളും വരുവാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം സ്പർശിക്കുന്നത്. ഇനി തീർന്നില്ല. അത് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ളത്, എനിക്ക് വേണമെന്ന് വിചാരിക്കുന്നതെല്ലാം ദൈവം തട്ടിക്കളയുമ്പോൾ, ഒരു കൂട്ടുകാരനെ പോലെ എൻ്റെ നാഥനോട് ചേർന്ന് നടന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പാ, എൻ്റെ ജീവൻ അങ്ങയുടേതാണ്, അങ്ങയ്ക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അതിലെനിക്ക് വേറെ ഒരു ചോദ്യവും ഉത്തരവും എനിക്ക് വേണ്ട. എനിക്കൊന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു,
അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ കൂടെ നിവൃത്തീകരിക്കട്ടെ. ദൈവത്തിലെ നമ്മൾ അവിടെ എത്തുവാനാണ് ദൈവം പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വരുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കണം, പിതാവേ അങ്ങനെ ഒന്ന് പണിയണം, അങ്ങനെ പണിയണം. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വചനം നിർത്താം. ഉൽപ്പത്തി പുസ്തകം 32:28 നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. നമ്മൾ ഈ യാക്കോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാം, യാക്കോബിന് യാക്കോബിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. യാക്കോബ് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ, താൻ വാഗ്ദത്തം നേടുവാൻ വേണ്ടി താൻ എടുക്കുന്ന കുറുക്ക് വഴികൾ, തൻ്റെ ആഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള തൻ്റെ അധ്വാനം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇവിടെ ദൈവം തന്നെ സ്പർശിച്ച് കഴിയുമ്പോൾ തന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്തുവാ? യാക്കോബ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പേര് മാറ്റാൻ പോകുക. എന്തുവാ? ഇസ്രായേൽ. ഞാൻ ഈ ഇസ്രായേലിൻ്റെ മീനിങ് നോക്കിയപ്പം 2 മീനിങ്ങാണ് പറയുന്നത്. ഒന്ന്, സ്ട്രഗിൾ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് മല്ലു പിടിക്കുന്ന ഒരു മനുഷ്യൻ. അടുത്തത്, പ്രിൻസ് വിത്ത് ഗോഡ്, ദൈവവും മനുഷ്യനും രാജകുമാരൻ. ഇതെന്നോടും നിങ്ങളോടും ഒരു ദൂത് സംസാരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും സ്പർശിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ദൈവവുമായിട്ട് മല്ലു പിടിക്കാം. മല്ലു പിടിച്ച് അതിലൊന്നും ദൈവ ഇഷ്ടം കാണാതെ ജീവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവം തൊടുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, പൂർണ്ണമായും ഞാൻ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഞാനും നിങ്ങളും സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിനും മനുഷ്യനും നമ്മളൊരു രാജകുമാരനായി മാറും. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ജീവിതം നോക്കുമ്പോൾ ആ പ്രായമായ കാലഘട്ടത്തിൽ ഫറവോൻ യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നിൻ്റെ കാലം? അതിന് താൻ പറയുന്നത് എന്താണെന്നറിയാമോ? മൈ ഡേയ്സ് വെർ ഫുൾ ഓഫ് ഈവിൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള ഒരു ജീവിതം. എന്തുകൊണ്ടാണ് യാക്കോബ് അത് പറയുന്നതെന്നറിയാമോ? ബിക്കോസ് ഹി വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ഗോഡ്. എന്നാൽ മനുഷ്യനും ദൈവത്തിനും രാജകുമാരനായി ജീവിച്ച ഒരു പുതിയ നിയമ ഭക്തനുണ്ട്. ആരാന്നറിയാമോ? പൗലോസ്. പൗലോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എന്നും മരിക്കുന്നു. ഗലാത്യർ 2:20 ഇങ്ങനെ പറഞ്ഞു, ഇനിമേലാൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു ജീവിക്കുന്നു. ഈ ഭക്തനായ മനുഷ്യൻ തൻ്റെ അന്ത്യകാലഘട്ടത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. ഞാൻ കിരീടത്തിനായി, ജീവൻ്റെ കിരീടത്തിനായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, പിതാവേ എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അപ്പച്ചാ, ഐ എം നോട്ട് ഗോയിങ് ടു സ്ട്രഗിൾ വിത്ത് യു. ഞാൻ അങ്ങുമായി ഒരു മൽപ്പിടുത്തത്തിന് നിൽക്കുകയില്ല അപ്പ. പകരം അപ്പച്ചാ, അങ്ങ് എവിടൊക്കെ തൊടുന്നോ, അങ്ങ് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നോ അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പച്ചാ, ചിലതിനോട് പ്രതികരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഇനി പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കറിയാം, ദൈവം ചിലതെന്നോട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ഇടപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടത് കൊണ്ട് പലതും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. യു നീഡ് എ സർക്കംസിഷൻ. ഒരു പരിച്ഛേദനം നടക്കണം. പരിച്ഛേദന നടന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തോട് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയത്തില്ല. ഇനി വചനത്തിൻ്റെ മുന്നിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമോ? പിതാവേ, അങ്ങനെ ഒന്ന് പരിച്ഛേദന ഏൽപ്പിക്കണം. എന്തിനാ? എൻ്റെ നാഥനെ അധികമായി സ്നേഹിച്ച് എൻ്റെ നാഥൻ്റെ ശബ്ദത്തോട് എനിക്ക് പ്രതികരിക്കണം. എൻ്റെ ജീവിതത്തിൽ പല വിഷയങ്ങൾ അങ്ങ് തൊടുമ്പോൾ എൻ്റെ ഹൃദയം കഠിനപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പാ, ഇന്ന് എന്നെ ഒരിക്കൽ കൂടെ സ്പർശിക്കണം. എന്തിന്? ഒരു ഇസ്രായേലായി ഞാൻ ഇറങ്ങി വരേണ്ടതിന്. എൻ്റെ കണ്ണുകൾ അടയുമ്പോൾ എനിക്കിങ്ങനെ പറയണം, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ജീവൻ്റെ കിരീടത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന, ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദയവായി പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ട ഭാഗങ്ങൾ ദൈവത്തോട് പറഞ്ഞാലും, ദൈവത്തോട് പറ, പിതാവേ, എൻ്റെ ഹൃദയം കഠിനപ്പെട്ടതുണ്ട്, എനിക്ക് കാണേണ്ടതുപോലെ ചിലത് കാണുവാൻ കഴിയുന്നില്ല. അപ്പാ, അങ്ങനോടൊന്ന് സംസാരിക്കണം. ഇന്നപ്പാ, കുറച്ചുകൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടതുപോലെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ
അനുഭവിക്കുവാനൊരു കൃപ എൻ്റെ മേൽ പകരണം. വലിയവനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലോട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കേട്ട ഈ വചനത്തിനായി സ്തോത്രം. പിതാവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പണിയുന്ന ആ നല്ല പ്രവൃത്തിക്കായി സ്തോത്രം. അപ്പാ, അങ്ങ് തുടങ്ങിയത് പൂർത്തീകരിക്കുവാൻ അങ്ങ് വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അപ്പാ, ആ പണി നടക്കുമ്പോൾ, ആ ശോധന നടക്കുമ്പോൾ, ദൈവമേ, അങ്ങയിൽ തന്നെ മുറുകി പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മേലൊരു കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ഓരോ പേരെയും അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഒരു ദൈവീക സൗഖ്യം ഇവരുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വേദനകൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ശക്തിയോടെ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ഒരു കൃപ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.